ഹായ്, ഞാൻ നൂർജഹാൻ ഫൈസൽ, ഖത്തർ വുമൻസ് ക്ലബിൻ്റെ ചെയർപേഴ്സണാണ്. വോയിസ് ഓഫ് QWCയുടെ രണ്ടാം ഭാഗമാണിത്. എല്ലാ സ്ത്രീകൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ പേര് റംല ബഷീർ. ഞാൻ ഖത്തർ വുമൻസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. നമസ്കാരം, ഞാൻ റെജില ഷെഫീഖ്, ഖത്തർ വുമൻസ് ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഖത്തർ വുമൻസ് ക്ലബ്ബ് എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടുള്ള അവരുടെ അണ്ടറിൽ വരുന്ന ഒരു സംഘടനയാണ്. നമസ്കാരം, ഞാൻ നൈസിസ് ഷഹീദ്, QWCൻ്റെ വൈസ് പ്രസിഡൻറ്റ്. ഈ ഒരു പ്രോഗ്രാം ലേഡീസിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ നടത്തുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീല സണ്ണി. അതുപോലെ തന്നെ വോയിസ് ഓഫ് QWC എന്ന് പറയുന്നത് എനിക്ക് അതിനകത്ത് ഒരു മെമ്പർ ആകാനും കൂടെ പറ്റിയതിന് ഭയങ്കര അഭിമാനമുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ്. ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഫാത്തിമ സോറ. എനിക്ക് ഒരു അബായ ഷോപ്പാണ്. ഞാൻ നൽബൂർക്കാരിയാണ്. എൻ്റെ പേര് റസീന എന്നാണ്. ഞാൻ ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ പുതിയ എല്ലാ മെമ്പേഴ്സിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എൻ്റെ പേര് ശരണ്യ, ഞാൻ തൃശ്ശൂരാണ്. ഞാനിവിടെ ഖത്തറിൽ റീസെൻ്റ്ലി ആയിട്ട് വന്ന ഒരാളാണ്. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ നമ്മൾ പുറകിൽ നിൽക്കുന്ന ഓരോ ലേഡീസിനെയും മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ ഓരോ പ്രവർത്തകരും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഫാമിലി ജോയിൻ ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്ക് യു. ഞാൻ ആബിദ, ഇവിടെ ഖത്തറിൽ 8 വർഷമായി. ടീച്ചറാണ്. ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. എങ്കിലും ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയാവുന്ന ഒരു QWC പോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ഏതായാലും സന്തോഷമുണ്ട്. ഞാൻ ഐഷ സൈബൾ, സൈക്കോളജിസ്റ്റാണ്. ആസ്റ്റോസ്റ്റോൾ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. അല്ലാഹ്ലി സ്റ്റാഫാണ്. ഒബ്വിയസ്ലി എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തികച്ചും ഇൻസ്റ്റൻ്റായിട്ട് ഏത് ആളുകൾക്കും വളരെ പെട്ടെന്ന് കയറി ചെല്ലുവാനും പുതിയ പുതിയ ആളുകളെ വളരെയധികം പക്വതയോടുകൂടി അവരുടെ കഴിവുകളെ തെളിയിക്കാനും QWC ഒരുക്കമാണെന്ന് കഴിഞ്ഞ സ്റ്റേജുകളിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ സൈക്കോളജി ആയതുകൊണ്ട് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ശബ്ദം പുറപ്പെടുവിക്കുന്നതിലൂടെ ഒരാളുടെ മെൻ്റൽ ക്ലാരിറ്റി പുറത്തേക്ക് വരും. ഇത് നൂർജഹാൻ എടുത്ത ഈ ഒരു ഡിസിഷൻ വളരെ നല്ലതാണ്. മാനസികമായിട്ട് ഒരുപാട് സമയം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ഒരു നെർവസ് സിസ്റ്റത്തെ കാം ചെയ്യപ്പെടാൻ ഇത് ഒരുപാട് ഉപകാരപ്പെടും. നന്ദി, നമസ്കാരം. ഹായ്, ഞാൻ ഷബീന, കോഴിക്കോട്ടുകാരിയാണ്. ഇവിടെ ഈ അടുത്തായിട്ടാണ് ഞാൻ വോയിസ് ഓഫ് QWC അതിലേക്ക് വരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള ലേഡീസ് ഉള്ള ഇതിലേക്ക് എത്തിപ്പെട്ടതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റഷ്യ അഷ്റഫ്. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. പ്ലാറ്റ്ഫോമിൽ എത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ഇനി ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് ഈ പ്ലാറ്റ്ഫോമിനെ ഞാൻ കാണുന്നു. ഹായ്, ഹലോ, ഞാൻ സബീന, കോഴിക്കോട്ടുകാരിയാണ്. ഞാനൊരു കാറ്ററിംഗ് നടത്തുന്നുണ്ട് ഇപ്പോൾ 2 years ആയിട്ട്. നമ്മൾ QWCയിൽ നമുക്ക് വിഷയങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ എക്സിക്യൂട്ടീവിൽ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഒത്തിരി വിഷയങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. നമുക്ക് എന്തായിരിക്കണം QWC വോയിസ് ഓഫ് QWCക്ക് കൊടുക്കേണ്ടത്. ഓരോ സബ്ജക്റ്റ് നമ്മൾ എണ്ണി ഇട്ടിട്ടുണ്ട്. കാരണം ഖത്തർ വുമൻസ് ക്ലബ്ബ് ഇവിടുത്തെ സാധാ ഒരു പ്ലാറ്റ്ഫോം അല്ല. ഇപ്പോൾ ഖത്തർ വുമൻസ് ക്ലബ്ബിലെ ലേഡീസിനെ അവരെ ഫോക്കസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ആദ്യം ഖത്തർ വുമൻസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വോയിസ് ഓഫ് QWCയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ഇന്ന് കണ്ട വിഷയം പരസ്പരം മനസ്സിലാക്കാതെ പോകുന്ന ബന്ധങ്ങൾ മുറിയുന്നതാണ്. ഇന്ന് ഞങ്ങളുടെ ആ മുറിയുന്ന ബന്ധങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസ്, നമ്മുടെ ജോലി സ്ഥലത്താകാം, നമ്മളെ മനസ്സിലാക്കാത്തവർ, നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ ബന്ധം വേർപെട്ടു പോകും. നമ്മുടെ കുടുംബമാകാം, നമ്മുടെ കുടുംബത്തിൽ ഭർത്താവ്, ഭാര്യ, മക്കൾ, അമ്മായിയമ്മ, അമ്മാശൻ, അങ്ങനെ ബന്ധങ്ങളുണ്ടാവും, ചേട്ടൻ, അനിയൻ, ഭാര്യ, എല്ലാവരും. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷെ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ആ മനസ്സിലാക്കാത്തതിൻ്റെ പേര് നമ്മുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാറുണ്ട്. നിങ്ങളെ സ്നേഹിച്ചെന്ന് പറഞ്ഞവർ പോലും ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരു നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ സ്നേഹത്തിന് വില ഉണ്ടാവില്ല. അതേസമയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹബന്ധം എന്നും നിലനിൽക്കുന്ന ഒത്തിരി ഓൺലൈൻ പ്രോഗ്രാം നമ്മൾ വെക്കാറുണ്ട്. രചനാ മത്സരം, കവിതാ മത്സരം, കഥാ മത്സരം, ഡാൻസ്, കഥവർ എല്ലാം നമ്മൾ വെക്കാറുണ്ട്. അതൊക്കെ ഓൺലൈൻ കോമ്പറ്റീഷൻ നടത്തി ചെയ്യാറുണ്ട്. കാരണം റസീന പറഞ്ഞത് പരസ്പരം കേൾക്കുന്നില്ല. കേൾക്കാൻ അവിടെയാണ് നമ്മുടെ വോയിസ് ഓഫ് QWC വന്നിരിക്കുന്നത്. കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ടായിട്ട് വന്ന നിങ്ങളെല്ലാവർക്കും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതൊരു ആശയം കൊണ്ടുവന്നിരിക്കുന്നത് നൂർജത്താണ്. നൂർജത്താക്ക് ഇങ്ങനത്തെ ഒരുപാട് ആശയങ്ങൾ മനസ്സിലുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനത്തെ ഒരു നൂർജത്താനെ കിട്ടിയത് ഞങ്ങളെ QWCയുടെ ഒരു അസറ്റാണ്. അപ്പം ആസ് എ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. നമ്മൾ ഫുൾ ടൈം മൊബൈലിരിക്കുന്നതിന് പകരം നമ്മളെ ഫ്രണ്ട്സ് ആയാലും നമ്മളെ കൂടപ്പിറപ്പുകളായാലും അവരെ കേൾക്കാൻ നമ്മളൊരു 5 മിനിറ്റ് സമയം
നമ്മളെല്ലാവരും മാറ്റിവെച്ചിരിക്കണം. ഈ ഒരു അപേക്ഷ മാത്രമാണ് ഈ ഒരു വോയിസ് ഓഫ് QWC എനിക്ക് തരാനുള്ള മെസ്സേജ്. അപ്പോൾ ഇപ്പം വരുന്ന എനിക്കൊന്ന് ന്യൂജൻ്റെ ഒക്കെ ഒരു വിഷയം അത് തന്നെ ആയിരിക്കും. ബിക്കോസ് ഈ പാരൻസും പിള്ളേരും തമ്മിലുള്ള അകലിച്ച ഇപ്പം വരുന്നത് സോഷ്യൽ മീഡിയ ഒരു റീസണാണ്. രണ്ടാമത് നമുക്ക് ഇരുന്ന് കേൾക്കാൻ, ബിക്കോസ് എല്ലാവരും ബിസിയാണ്, എല്ലാം ഒരു മെക്കാനിക്കൽ ലൈഫാണ്. നമ്മുടെ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ നിന്ന് ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിലും നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉടനെ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത പരിപാടി ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു ഓപ്പൺ സ്പേസ് കിട്ടിയ ഒരു QWC വോയിസ് ഓഫ് QWC എന്ന് പറഞ്ഞൊരു വോയിസ്, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പം അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് ദേ ക്യാൻ ഓപ്പൺ അപ്പ്. ആക്ച്വലി എന്താണ് ബന്ധങ്ങൾ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം മനസ്സിലാക്കണം എന്ന ബോധ്യം വരും. ബന്ധങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പുറം നിൽക്കുന്ന ഒരാളെ അയാൾക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ചോദിക്കുന്ന രീതി വ്യത്യസ്തപ്പെടുത്തണം. ചില സാഹചര്യങ്ങൾ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും, ഭാര്യനെ ടോക്സിക്കേറ്റ് ആവുന്നതായിരിക്കും, വൈഫ് പറയുന്നതും അങ്ങനെയായിരിക്കും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ടുഗദറായിട്ട് നമ്മളൊരു സിറ്റിംഗ് കൊടുക്കുമ്പം രണ്ടുപേർക്കും പരസ്പരം അവർ പറഞ്ഞ ടോക്സിക്കേറ്റ് കാര്യങ്ങളൊക്കെ മറന്നു പോവാം. ഒരു ചെറിയ പ്ലാറ്റ്ഫോം കഴിയുമ്പോൾ നമുക്ക് ഡിവോഴ്സ് വേണ്ട, സെപ്പറേഷൻ വേണ്ട. കാരണം എന്താ, അവർ കഴിഞ്ഞ കാലങ്ങൾ, അവർ നിന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ആ ബന്ധങ്ങളിൽ അവർ ഓർത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓർത്തെടുക്കാൻ നമ്മളൊരു സമയം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു സൈക്കോളജി എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഇൻഫർമേഷനാണ്, നമ്മൾ വീട്ടിൽ ചെന്നാലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ SFBT എന്ന് പറയുന്ന സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പിയാണ്. ലൈക്ക് നമുക്കൊരു പ്രശ്നങ്ങളാണ് വീട്ടിൽ നടക്കുന്നതെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ ലിസണർ ആവാൻ പാടുപെടണം. അതിന് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു വാചകമുണ്ട്, ഒരു സാഹിത്യമുണ്ട്. ഞാൻ എഴുതിയ ഒരു ബുക്കാണ് ആത്മബന്ധം. അതിൽ എഴുതിയിട്ടുണ്ട്, മറവിയുടെ തീരങ്ങളിലൂടെ ഓർമ്മകൾ തേടിയുള്ള യാത്ര. എക്സാക്റ്റ് ഇപ്പോൾ പറഞ്ഞത് അതാണ്. ചെറിയ കാലങ്ങളിലേക്ക് നമുക്ക് മറന്നുപോകുന്ന കാര്യങ്ങളാണ്. അത് ഓർമ്മകൾ തേടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ടാബ്ലറ്റിൻ്റെ ഫലം നമ്മുടെ ആരോഗ്യത്തിന്, അതിലെ നമ്മുടെ ശരീരത്തിന് ഇഫക്റ്റ് ആവും. വാശിയും നല്ലതാണ്, നമുക്ക് വാശി വേണം. വാശി, ദേഷ്യം, സ്നേഹം, ആഹ്ലാദം, ഇതൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഇമോഷൻസാണ്. ഇമോഷൻസ് എപ്പോഴും വേണം നമുക്ക് മനുഷ്യർക്ക്. സ്നേഹമുള്ള ഫാമിലിയിലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം എന്നുവെച്ചാൽ നമ്മുടെ ക്വാളിറ്റി ടൈമായിട്ട് കുറച്ച് സമയം ഫാമിലിക്ക് വേണ്ടിയിട്ടോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ ആ ഒരു സമയത്തെങ്കിലും നമ്മൾ ആ മൊബൈലിൻ്റെ യൂസേജ് കുറച്ച് കുറയ്ക്കുക. അവരെ കേൾക്കാൻ റെഡിയാവുക, അവരെ മനസ്സിലാക്കാൻ റെഡിയാവുക. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് വ്യക്തമായിട്ടും പറയുക. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ആ ഒരു അകൽച്ച കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ സുഹൃത്ത് ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകൾ, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നേഹം എല്ലാവരും ഉള്ളിടത്താണല്ലോ സൗഹൃദം ഉള്ളത്. അപ്പം ഈ എല്ലാ സൗഹൃദങ്ങളിലും ചിലപ്പോൾ സ്നേഹം ഉണ്ടാവണമെന്നില്ല. ചിലപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ ഒരേപോലെ മനസ്സിലാക്കിയെന്ന് വരില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സൗഹൃദങ്ങളിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു പുസ്തകമായിരിക്കില്ല എല്ലാവരും. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ബ്രോഷർ വന്ന സമയത്ത് ശരിക്കും എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രതീതിയായിരുന്നു. ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. എനിക്കറിയില്ല, ഭയങ്കര ഞാൻ ബ്രൈറ്റായിപ്പോയി. അപ്പം നമ്മൾ പ്രവാസികളാണ്, നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് ഈ പ്രവാസ ലോകത്തേക്ക് വരുന്നത്. അപ്പം നമ്മളെക്കാൾ സ്വപ്നങ്ങളുണ്ടാവും നമ്മളെ കുടുംബങ്ങൾക്കായിരിക്കും. അപ്പോൾ അവർ നമ്മളെ അടുത്ത് നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കും, നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കും. ഈ പ്രതീക്ഷിച്ച് അവസാനം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ. നേടാനുള്ളതൊക്കെ കുടുംബങ്ങളും ബന്ധങ്ങളും നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അവസാനം സത്യം പറഞ്ഞാൽ ഒന്ന് വിളിച്ചിട്ട് നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ നീ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാൻ ആരുമില്ല. നീ വരുമ്പോൾ അത് കൊണ്ടുവരണം, ഇത് കൊണ്ടല്ലേ, ഇത് കിട്ടിയില്ല അത് കിട്ടിയില്ല എന്ന് ചോദിക്കാൻ എത്ര ഇവിടെ ആൾക്കാരുള്ളൂ. അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി മാത്രം മെസ്സേജ് അയക്കും. അല്ലെങ്കിൽ ഒരു ഇതുമില്ല. സങ്കടങ്ങളാണ്, പലരുടെ സങ്കടങ്ങളാണിത്. ഇപ്പം നമ്മളെ ബന്ധങ്ങൾ, കുടുംബങ്ങൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ പിടിച്ചടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരൊരു ലെവലിലൊക്കെ എത്തിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മളെ ഓർമ്മയില്ല, നമ്മൾ പിന്നെ വേണ്ടവർക്ക്. ഇത് അനുഭവങ്ങളാണ് കേട്ടോ. നമ്മളിപ്പോൾ അനുഭവമാണ് ഗുരു എന്ന് നമ്മൾ പറയലുണ്ട്. അനുഭവമാണ്, പലരുടെ വേദനകളും വിഷമങ്ങളും ഉണ്ട്. അപ്പോൾ ഇതുപോലെ QWCൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് പറയാൻ അവസരം കിട്ടിയതിൽ ഞാൻ സത്യം പറഞ്ഞാൽ നന്ദി പറയുകയാണ്. ആണെങ്കിൽ ഇപ്പം നമ്മളിവിടെ എങ്ങനെ ജീവിക്കുന്നു, നമ്മളിടുന്ന
ഇടുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ നാട്ടിലുള്ളവരാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ എന്താ ഉപയോഗിക്കുന്നത്? നമ്മളെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്കാണ്, നമ്മൾക്കല്ല. നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല ഇവിടെ. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഒരു വേദനയിലൂടെയാണ് പല പ്രവാസികളും ഇവിടെ കടന്നു പോകുന്നത്. അപ്പോൾ ആരും നാട്ടിലാരും മനസ്സിലാക്കുന്നില്ല. പറ്റില്ല, പ്രവാസികളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, നമ്മളില്ല എന്ന് പറഞ്ഞാലും അവരത് വിശ്വസിക്കൂല. ഈ മുറിയുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്ന ഈ ടോപ്പിക് ഇവിടെ എടുത്തില്ല. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ഞാൻ പോലും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്കും ഒന്ന് ഉറങ്ങണം എന്നുള്ളൊരു മൈൻഡൊക്കെയാണ്. ആ സമയത്ത് എൻ്റെ അടുത്ത് ആര് സംസാരിക്കാൻ ഞാൻ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവായിരിക്കാം, പക്ഷെ അതിലേക്ക് നമുക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ പറ്റില്ലാത്ത സംഭവം ഉണ്ടാവും. അപ്പോഴാണ് ഈ ആളുകൾ കൂടുതൽ പെറ്റ്സിലേക്ക് സ്നേഹിക്കുന്നത്. കാരണം അവർക്ക് നമ്മളെ കേൾക്കാൻ ഒരാളാണ്, അവരൊന്നും തിരിച്ചിങ്ങോട്ട് പറയില്ല. നമ്മൾ പറയുന്നത് എന്തോരം വേണ്ടി അവർ കേട്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഓപ്പൺ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനോട് പ്രശ്നമുണ്ട്, ആ കഴിഞ്ഞ പ്രാവശ്യം നീ ചെയ്തത് എനിക്ക് വിഷമമായി എന്നൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ അതവിടെ ക്ലിയർ ആയി. ചിലപ്പോൾ ആ ആൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല, നമ്മുടെ ആ സംസാരത്തിൽ അത് ഓക്കെ ആയി പോവും. നമ്മൾക്ക് എല്ലാവരതും കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ QWC ഈ ഒരു ടോപ്പിക് എടുത്തത് എത്രയോ നന്നായി അല്ലേ. ആളുകൾക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞു വരുമ്പോഴാണ് കൂടുതൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ശരിക്കും സിൻസിയറായിട്ട് ജെന്യൂനായിട്ട് പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഇങ്ങനെ തുറന്ന് പറഞ്ഞു വരുമ്പം പറഞ്ഞ് തീരാത്തൊരവസ്ഥ ഉണ്ടായത്. അപ്പോൾ QWCക്ക് ഞാൻ സിൻസിയറായിട്ട് എൻ്റെ ഹൃദയം തൊട്ട് നന്ദി പറയുന്നു. പരസ്പരം മനസ്സിലാക്കാതെ നമ്മളൊരു ബന്ധങ്ങളും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അതിപ്പോൾ ഉമ്മയായിക്കോട്ടെ ഉപ്പയായിക്കോട്ടെ. എൻ്റെ അമ്മ പഠിച്ചത് ഗ്രാജുവേഷനാണ്, ഞാനെല്ലാം കംപ്ലീറ്റാണ്. പക്ഷെ ഞാൻ ഇന്നൊരു ചെറിയ മക്കളെ നോക്കാൻ പോകുന്നുണ്ട്. ഞാൻ ബിർള സ്കൂൾ ബസ്സിൽ കണ്ടക്ടറായി വർക്ക് ചെയ്തു. അതെന്തുകൊണ്ട്? അത് എൻ്റെ മനക്കരുത്താണത്. അതുകൊണ്ട് ഞാനിന്ന് മുന്നോട്ട് വന്നില്ലേ. അതുപോലെ നമ്മൾ ചെറുതാണെന്ന് ഒരിക്കലും ഒരു കാര്യം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഒരു കാര്യം. പിന്നെ ഞാൻ അള്ളാനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ വോയിസ് ഓഫ് QWCനോട് ഒറ്റൊന്നേ എനിക്ക് പറയാനുള്ളൂ. അൽഹംദുലില്ലാ, നമ്മളെ മനസ്സ്, നമ്മളെ ദൃഢനിശ്ചയം നമ്മളൊപ്പം ഉണ്ടോ, നമ്മളടുത്ത് നമ്മളെവിടെയെത്തും. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആവാനുള്ള കഴിവ് എൻ്റെ അടുത്തുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു മനുഷ്യനോട് നമ്മൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് പണം, അല്ലെങ്കിൽ അവരുടെ ഉയർച്ച, വ്യക്തിത്വം, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു QWCയുടെ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹബന്ധം തന്നെയാണ്. അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു 5 നിമിഷം അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒരാളെ കേൾക്കാൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് അയാൾക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇവിടെ പലതും ഇവിടെ ഈ സമൂഹത്തിൽ പല കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ ഡ്രഗ്സിന് അഡിക്ഷൻ ആവുന്നു. എന്തുകൊണ്ടാണ്? അവരെ പാരൻസ് എൻ്റെ ഒരു നിലപാടിൽ എനിക്ക് തോന്നുന്നത് അവരെ കേൾക്കാൻ പാരൻസിനേക്കാളും അവർ ചിലവഴിക്കുന്നത് സുഹൃത്തുക്കളുമായിട്ടായിരിക്കും. അപ്പോൾ നല്ല സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ പോകുന്നവരും ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അത് മോശമായി പോകുന്നവരല്ല, അവരെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയി പോകുന്നതാണ്. പക്ഷെ നമ്മൾ അവരെ കേട്ടത് കൊണ്ട് ചിലപ്പോൾ ആ കുട്ടികൾ ജീവിതത്തിലേക്ക് തിരിച്ച് വരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ചാൽ മറ്റുള്ളവരെ കേൾക്കാൻ ഒരു 5 നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മൾ സമൂഹത്തിൽ അതിനുവേണ്ടി നമ്മൾ ചിലവഴിച്ചാൽ അത് മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായിരിക്കും ഉണ്ടാവുന്നത്. എനിക്കതാണ് ഈ QWCയുടെ വോയിസ് ഓഫ് QWCയുടെ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായതും ഞാൻ നിങ്ങളിലേക്ക് കൺക്ലൂഡ് ചെയ്യുന്നതും. അപ്പോൾ ഇവിടെ QWCയുടെ ഭാഗമായിട്ട് പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഞാൻ പറയണില്ല, എല്ലാ സിസ്റ്റേഴ്സിനും ഞാൻ QWC വൈസ് പ്രസിഡൻറ്റിൻ്റെ സൈഡിൽ നിന്നും താങ്ക്സ് പറയുന്നു. എവ്രിബഡി, എല്ലാവരും അവരവരുടെ ഒപ്പീനിയൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. എനിക്കൊരു ഐ ഓപ്പണറായിരുന്നു, എനിക്കധികം പറയാൻ കിട്ടിയില്ല, ബട്ട് ഇറ്റ്സ് എ റിയൽ ഗുഡ് എക്സ്പീരിയൻസ്. വന്ന എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് ഞാൻ താങ്ക് യു പറയുന്നു. വി ഷുഡ് മീറ്റ് ടുഗെദർ അഗെയിൻ. താങ്ക് യു സോ മച്ച്.